മക്കളെ കുറേ കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒരൊറ്റ കാര്യം, നിങ്ങളുടെ കയ്യിൽ ജീവൻ രക്ഷിക്കാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഒരാളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആ ഒരു ദിവസം അന്ന് നിങ്ങളിതൊക്കെ ഓർത്ത് ചിരിക്കാനേ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ പിന്നീട് ഒരു സമയം നിങ്ങൾ ആലോചിക്കും, നിങ്ങളെന്ന ഡോക്ടറിനെ എത്രത്തോളം ബെസ്റ്റാക്കി മാറ്റിയിട്ടുണ്ടെന്ന്. മക്കളെ, നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഒരു കുഞ്ഞു കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് ഒരു കുഞ്ഞു വീട്ടിൽ നിന്നാണ്. വളരെ സാധാരണക്കാരായ ഒരു കുടുംബം, അതായത് അത്രമാത്രം വലിയ ആളുകളൊന്നുമല്ല, ചെറിയൊരു വീട്ടിൽ ഒരു മുറി മാത്രമുള്ളൊരു വീട്. ആ വീടിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അവിടെ ഒരു മോള് എൻട്രൻസ് ആഗ്രഹിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോയിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട്, സാധാരണ നാട്ടിൽ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ വീട് മുഴുവൻ കഴിഞ്ഞു പോകുന്നത്. അവർക്ക് കുറേ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ തീർക്കണം, കുട്ടിയുടെ പഠനം നോക്കണം. എൻട്രൻസിനൊന്നും വിടാൻ പറ്റാതെ പോയിട്ട് വീട്ടിൽ മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ മോളെ സംബന്ധിച്ചിടത്തോളം റൂമിനുള്ളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറേ ഇങ്ങനെ ഹാർട്ടിൻ്റെ പടം, ECGയുടെ വേവ്സ്, കുറേ ഫോർമുലാസ് എന്തൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഒരു കുഞ്ഞു റൂമാണ്. ആ റൂമിനുള്ളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒട്ടിച്ച് വെച്ചേക്കുക. കാണുമ്പോഴേ നമുക്ക് ആ കുട്ടിക്ക് എത്രത്തോളം ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വളരെ ചെറിയൊരു വീട്, ആ ചെറിയൊരു ഫാമിലി, ആ വീട്ടിലുള്ളൊരു മോള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ ആവണമെന്ന്. പിന്നെ ആ കുട്ടീൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ ഉപയോഗിച്ച് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഈ കുട്ടിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹത്തിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് എപ്പോഴോ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയേക്കുന്ന ഒരു ആഗ്രഹമാണ് ഡോക്ടറായിട്ട് കാണണമെന്ന്. ഒരു ദിവസം ഇങ്ങനെ കുറേ ആഗ്രഹിക്കുന്നു എന്നല്ലാതെ മാർക്കൊന്നും വരുന്നില്ല. ആഗ്രഹമുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കുട്ടി വിചാരിക്കുന്ന പോലെ ഒന്നും റാങ്കിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം നമ്മളും ഇതുപോലെയൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? ഈ കുട്ടിയുടെ അമ്മ അടുത്ത് വന്നിട്ട് അമ്മ കുറച്ചു നേരം മോളോട് സംസാരിച്ചു. മോളോട് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. മോളെ, നീ ഇപ്പം ഡോക്ടർ എന്ന ഒരു ജോലി, ആ ജോലി എന്നുള്ള രീതിയിൽ മാത്രമാണ് നീ അതിനെ കാണുന്നത്. നിനക്കൊരു ജോലി വേണം, ആ ജോലി നീ ആഗ്രഹിക്കുന്ന ഡോക്ടർ എന്നതാണ്. അല്ലാതെ അതിനെ നീ പാഷനേറ്റ് ആയിട്ട് നീ ഒരാളുടെ ജീവൻ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല നീ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് നിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാവേണ്ടത്, എന്നാണോ നിൻ്റെ കയ്യിൽ ആളുകൾ ധൈര്യത്തോടുകൂടെ ഒരാളുടെ ജീവനെ ഏൽപ്പിച്ച് തരുന്നത്, നീ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ എന്നാണോ നിൻ്റെ കയ്യിൽ ഒരാൾ ഈ ജീവനെ ഏൽപ്പിക്കുന്നത്, അന്ന് നീ എന്ന ഡോക്ടർ ഈ വിഷമങ്ങളും നീ കഷ്ടപ്പാടുകളും ഓർത്തിട്ട് ചിരിക്കുന്നൊരു ദിവസം ഉണ്ടാവുമെന്ന്. അമ്മ പറഞ്ഞത് വലിയ സത്യമാണ്. ഇതാണ് ഞാൻ ആ വീഡിയോയിൽ തുടങ്ങിയത്. മക്കളെ, നമുക്കെല്ലാവർക്കും കഷ്ടപ്പാടുകളുണ്ട്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെയാണ് നമുക്ക് പഴച്ചു പോകുന്നത്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ മോക്ക് എക്സാംസിൽ മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്, എവിടെയാണ് എനിക്ക് പിഴച്ചു പോകുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങൾ ഇനിയും ബെസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മക്കളെ, നാളെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കേണ്ട ആളുകളാണ് നിങ്ങളെപ്പോഴും പാഷനേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളെന്ന ഡോക്ടറിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇന്ന് പോയിട്ടൊരു കാര്യം ചെയ്ത് നോക്കി, ഒന്ന് മിററിൻ്റെ മുന്നിൽ ചുമ്മാ ഒന്ന് പോയി നിൽക്കുക. ആ മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന നിങ്ങൾ അത്രത്തോളം ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് കോട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞേക്കുന്ന മാലയല്ല, ഒരു സ്റ്റെത്ത്, ആ സ്റ്റെത്തും വൈറ്റ് കോട്ടും നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എയിംസ് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ എയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാലിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരിക്കാം. നിങ്ങൾ ആ ഏത് മെഡിക്കൽ കോളേജാണോ ആഗ്രഹിക്കുന്നത് ആ കോളേജിന് മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ പിന്നെ ഇനി എന്താ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ളത്? നമ്മൾ ആഗ്രഹിക്കണം, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഓരോ ജീവനെക്കുറിച്ചും നമുക്ക് ആലോചിക്കാൻ പറ്റണം. നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ജീവൻ ആ സമയത്ത് പുറത്തു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങൾക്ക് കൈകൂപ്പുന്ന ഒരു സമയം ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രം സാധിച്ച ആ ഒരു ദിവസം, ദൈവം എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ കൈകളിലൂടെ ചെയ്യുന്ന ആ ഒരു ദിവസം, അതെൻ്റെ മക്കൾ കാണാൻ നോക്ക്. നാളത്തെ വലിയ ഡോക്ടർ ആവണ്ടേ, മറ്റുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന വലിയ ഡോക്ടർ ആവണ്ടേ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലി ചിന്തിക്കുക, ടെൻഷൻ അടിക്കാതെ നല്ല മക്കളായിട്ട് കുറേ മുന്നോട്ട് ചിന്തിച്ചിട്ട് പോകും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കുഞ്ഞു ഡോക്ടർമാരെ.